ഹലോ, നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ചിക്കൻ കറിയുടെ അരപ്പ്, തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചതാണ്, കാഷ്യൂ നട്ട്സൊക്കെ അരച്ച് ഉള്ള ഒരു ചിക്കൻ കറിയുടെ അരപ്പ് കൂടുതലായിട്ട് നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കി വെക്കുന്നതെന്നുള്ളതിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് കാണിക്കുന്നത്. അതായത് 1 കിലോ ചിക്കൻ വെച്ചിട്ട് 5 പ്രാവശ്യം ഉണ്ടാക്കാനുള്ള അരപ്പാണ് ഈ കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ 5ആയിട്ട് അത് ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സാധാരണ ഞാൻ ഇങ്ങനെയുള്ള ചില കറികൾ, മീൻകറി, മുട്ട റോസ്റ്റ്, അങ്ങനെ ഈ ഒരു കറിയൊക്കെ ഒരു 4-5 പ്രാവശ്യം ഉണ്ടാക്കാനുള്ളത് വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഫ്രീസറിൽ ലേബിൾ ചെയ്തങ്ങ് വെക്കും. അതാണ് ഞാൻ ആ പേപ്പറിൽ എഴുതിയത് നിങ്ങൾ കണ്ടത്. ഇപ്പം നമുക്ക് ആ അരപ്പ് വഴറ്റാനായിട്ട് ഒരു 1/4 കപ്പ് എണ്ണ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഏലക്ക, ഗ്രാമ്പു, കറുവാപ്പട്ടയൊക്കെയാണ് നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കേണ്ടത്. ആദ്യം ഇട്ട് കൊടുത്തത് കറുവാപ്പട്ടയാണ്. അത് 1 ഇഞ്ചിൻ്റെ 15 കഷ്ണവും ഏലക്ക 20 എണ്ണവും ഗ്രാമ്പു 30 എണ്ണവുമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഇത് വഴറ്റാനായിട്ട് ഒഴിച്ചു കൊടുത്ത എണ്ണയിൽ എന്തോ ഒന്ന് മിക്സ് ആയിട്ടുണ്ട്, വേറെ ഏതോ ഒരു എണ്ണ കുറച്ച് മിക്സ് ആയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഈ പതയുന്നത്. അത് നിങ്ങൾക്കറിയാമല്ലോ. എന്തായാലും ഞാൻ മസാലകളെല്ലാം ഇട്ടുപോയി. അതുകൊണ്ട് ഞാൻ എൻ്റെ ചേച്ചിക്കും ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ അങ്ങ് വഴറ്റി കൊടുക്കുകയാണ്. അപ്പോൾ പിന്നെ വേറെ ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, ഇത് വെളിച്ചെണ്ണയെക്കാട്ടി നല്ലത് സൺഫ്ലവർ ഓയിലിലോ നെയ്യിലോ ഡാൽഡയിലോ വഴറ്റുന്നതാണ്. ഇപ്പം ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ആ മസാലയുടെ ആ ഒരു മണമൊക്കെ വന്ന് തുടങ്ങിയപ്പോഴേക്കും ഇഞ്ചി ചതച്ചതാണ്. ഇഞ്ചി അതിലേക്ക് എടുത്തിരിക്കുന്നത് 1 ഇഞ്ചിൻ്റെ 5 കഷ്ണമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ചധികം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി സാമാന്യം വലിപ്പമുള്ള ഒരു 40 അല്ലിയുമാണ് എടുത്തിരിക്കുന്നത്. അതും നന്നായിട്ട് ചതച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് മൂപ്പിക്കണം. ഇതങ്ങ് ബ്രൗൺ കളർ ആവുകയൊന്നും വേണ്ട. പക്ഷേ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ആ ഒരു സൈഡൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ ആവണം. അത് ഒരുപാട് വലിയ തീയിൽ ഫ്ലെയിമിലിട്ട് നമ്മൾ മൂപ്പിക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടേ നമ്മളത് മൂപ്പിക്കാവുള്ളൂ കേട്ടോ. എൻ്റെ വീഡിയോകൾ റെഗുലറായിട്ട് കാണുന്നവർക്കറിയാം. ഇന്നലെ മിനിഞ്ഞാന്നും ഒക്കെ എൻ്റെ കണ്ട വീഡിയോയിൽ നിന്ന് ഞാൻ ഇപ്പോൾ US ട്രിപ്പിലാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഞാൻ ഇതെല്ലാം ഇങ്ങനെ കൂടുതലായിട്ട് ഇപ്പം കുറച്ചായിട്ട് ഉണ്ടാക്കുന്നത് എൻ്റെ ചേച്ചിക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒരു സൈഡൊക്കെ ഒന്ന് മൂത്ത് വരാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും അതിനകത്തോട്ട് ഇട്ട് കൊടുത്തത് സവോളയുള്ളി മുറിച്ചതാണ്. 12 മീഡിയം വലുപ്പത്തിലുള്ള സവോളയാണ് മുറിച്ചിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. കഴിയുന്നതും കനം കുറച്ചരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത്രയും പെട്ടെന്ന് അത് വഴറ്റി തീരും. അല്ലെങ്കിൽ ഇത്രയും ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് വഴറ്റാൻ ഒരുപാട് നേരമെടുക്കും. പിന്നെ ആ ഉള്ളി വഴറ്റാനായിട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റണം. നിങ്ങൾക്കറിയാമല്ലോ, ഇത് ഫ്രീസറിൽ വെച്ചേക്കാനും കൂടെ ആയതുകൊണ്ട് പറ്റുന്നിടത്തോളം നന്നായിട്ട് വഴറ്റുക. ഇത് നല്ലൊരു കറിയാണ് കേട്ടോ. പുലാവിൻ്റെ കൂടെ ആണെങ്കിലും പൊറോട്ട, ഇടിയപ്പം, പത്തിരി, ചപ്പാത്തി, അങ്ങനെ പലതിൻ്റെ കൂടെയും അപ്പം, അതിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഇത് തേങ്ങാപ്പാൽ ചേർത്തിട്ടുള്ളൊരു കറിയാണ്. പിന്നെ നമ്മുടെ 1-ാം പാലിൽ കുറച്ച് കാഷ്യൂ നട്ട്സും കൂടെ നന്നായിട്ട് അരച്ച് ചേർക്കുമ്പോഴേക്ക് ഇത് നല്ലൊരു ഫ്ലേവറാണ്. നമ്മൾ കോൺഫ്ലവർ ഒന്നും ചേർക്കാതെ തന്നെ ഒന്നുകിൽ നിങ്ങൾക്ക് കുറച്ചൊരു 3-4 സ്പൂൺ തേങ്ങ ചെറുതായിട്ടൊന്ന് ചൂടാക്കി അരച്ച് ചേർക്കാം. പക്ഷേ അതിൻ്റെ കൂടെ കുറച്ച് കാഷ്യൂ നട്ട്സും കൂടെ അരയ്ക്കാമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവറാണ്. ഇനിയിപ്പം നമുക്ക് അതിലോട്ട് വഴറ്റാനായിട്ട് ചേർക്കേണ്ടത് കാശ്മീരി മുളക് പൊടിയാണ്. ഇതിന് പൊടികൾ ആകെ 2 ഉള്ളൂ. കാശ്മീരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഉള്ളൂ. കാശ്മീരി മുളക് പൊടി ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത് 9 ടേബിൾ സ്പൂണാണ് ലെവലായിട്ട്. പക്ഷേ നിങ്ങൾ ഇത് ചെറിയൊരളവ് ഉണ്ടാക്കി നോക്കണേ ആദ്യം. 1 കിലോ ചിക്കൻ്റെ അളവിൽ ഇതേ അളവ് നിങ്ങൾ 5ആയിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്തിട്ട് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ 1 കിലോ അളവ് നോക്കിയിട്ട്, കാരണം എരിവൊക്കെ ഓരോരുത്തർക്കും ഓരോ രീതിയിലല്ലേ. വളരെ കുറച്ച് എരിവ് കഴിക്കുന്നവരുണ്ട്, നന്നായിട്ട് എരിവ് കഴിക്കുന്നവരുണ്ട്. ഞങ്ങളൊക്കെ ഒരിച്ചിരി നന്നായിട്ട് എരിവ് കഴിക്കുന്നവരാണ്. അപ്പോൾ ഞാൻ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് 9 ടേബിൾ സ്പൂൺ ലെവലായിട്ടാണ് കാശ്മീരി മുളക് പൊടി ചേർത്തിരിക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. നിങ്ങൾ 1 കിലോ ചിക്കനാണ് ആദ്യം ഉണ്ടാക്കി നോക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി പൗഡറിൻ്റെ അളവ് ഞാൻ പറയുന്നത് ഒരു 1.25 ടേബിൾ സ്പൂൺ നിങ്ങൾ ഇട്ടാൽ മതി. അല്ലെങ്കിൽ 1.5 ആയാലും ഇട്ടാൽ മതി. അതായിരിക്കും കുറച്ചുകൂടെ സേഫ്. 1.5 ഇട്ടിട്ട് നിങ്ങൾ അടുത്ത പ്രാവശ്യം എരിവ് കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ 1.25 ആക്കിയാൽ മതി. നിങ്ങൾക്കറിയാമല്ലോ, 1 ടേബിൾ സ്പൂൺ ലെവലായിട്ടെന്ന് പറയുമ്പോൾ 2.5 ടീസ്പൂണാണ് മുളക് പൊടി വരുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഞാൻ ഈ അരപ്പ് ചേച്ചിക്ക് വേണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, US കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നതെന്ന്. അതുപോലെ തന്നെ ചേച്ചിക്ക് ചെറുപയർ പായസം ഭയങ്കര ഇഷ്ടമാണ്.
ഞാനിപ്പോൾ ഈ കാര്യം പറഞ്ഞോട്ടെ. ഇപ്പം ഞാൻ ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ ഇടുന്നുള്ളൂ. കാരണം നമ്മൾ ചിക്കൻ ഇത് പുരട്ടി വെക്കുമ്പോൾ, കറി വെക്കാനായിട്ട് പുരട്ടി വെക്കുമ്പോൾ നമ്മളത് മഞ്ഞൾപ്പൊടിയും തൈരും ഇട്ടാണ് പുരട്ടി വെക്കുന്നത്. ആ ചിക്കൻ കറിയുടെ റെസിപ്പി ഞാൻ നേരത്തെ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ നോക്കട്ടെ, എനിക്ക് കുറച്ച് നാളായിട്ട് ഇത് പിൻ ചെയ്യാൻ പറ്റുന്നില്ല, അതിൻ്റെ ലിങ്ക് ഇതിനകത്ത് ഇടാൻ പറ്റുന്നില്ല. പക്ഷേ ഒരു 2-3 മാസം മുമ്പ് ഞാൻ എൻ്റെ ചാനലിൽ തന്നെ ഞാൻ ആ കാഷ്യൂ നട്ട്സ് അരച്ച ചിക്കൻ കറിയുടെ റെസിപ്പി ഞാൻ ഇട്ടിരുന്നു. അതിന് വലിയ വ്യൂസ് ഒന്നുമില്ലായിരുന്നു. പക്ഷേ നിങ്ങളൊന്ന് പോയി ചെക്ക് ചെയ്യണേ. നല്ല ഒന്നാം തരം ചിക്കൻ കറിയാണത് കേട്ടോ. അത് ഏതാണ്ടൊരു ബട്ടർ ചിക്കൻ്റെ ഒരു ടേസ്റ്റ് വരുന്ന ഒരു കറിയാണ്. ആർക്കായാലും അത് ഇഷ്ടപ്പെടാതിരിക്കത്തില്ല. അപ്പം ഞാൻ പറഞ്ഞത്, ചേച്ചിക്ക് ചെറുപയർ പായസം ഇഷ്ടമാണെന്നുള്ളതല്ലേ പറഞ്ഞുകൊണ്ട് വന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ ഇങ്ങോട്ട് കൊണ്ടുവന്ന കൂട്ടത്തിൽ അവല് വിളയിച്ചത്, പിന്നെ ചെറുപയർ പായസത്തിൻ്റെ റെഡി മിക്സ്. നമുക്കിപ്പം പെട്ടെന്ന് ഗസ്റ്റൊക്കെ ഉള്ളപ്പം നമുക്ക് നേരത്തെ പായസം ഉണ്ടാക്കി വെക്കാൻ പറ്റത്തില്ല. പക്ഷേ നമുക്കതിൻ്റെ റെഡി മിക്സ് ഉണ്ടാക്കി വെക്കാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് ഞാൻ അതിൻ്റെ കറക്റ്റ് അളവുകൾ, ഞാൻ ചേച്ചിക്ക് പായസം ഉണ്ടാക്കാനായിട്ട് എല്ലാം റെഡിയാക്കിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനിയും അത് കുക്ക് ചെയ്താൽ മാത്രം മതി. പിന്നെ തേങ്ങാപ്പാലിൽ നമുക്കിപ്പം തേങ്ങാപ്പാലിൻ്റെ പൊടിയൊക്കെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ. അതുകൊണ്ട് തേങ്ങാപ്പാൽ പിഴിയുന്ന പാടുപോലുമില്ല. ഞാൻ തിരിച്ച് നാട്ടിലോട്ട് പോകുന്നതിന് ഒരു 2 ദിവസം മുമ്പ് എനിക്ക് ആഗ്രഹമുണ്ട് ഇവിടെ വെച്ച് തന്നെ, USA വെച്ച് തന്നെ ചേച്ചിക്ക് ആ പായസം ഉണ്ടാക്കി കൊടുത്തിട്ട് പോകണമെന്ന്. അല്ല, നേരത്തെയാണ് ഞാൻ പായസം ഉണ്ടാക്കി വെക്കുന്നതെന്നുണ്ടെങ്കിൽ അത് പകുതി എൻ്റെ വയറ്റിൽ തന്നെ പോകും. അത് കാരണം ഞാൻ ഓർത്ത് പോകുന്നതിന് 2 ദിവസം മുമ്പ് ഞാൻ ഉണ്ടാക്കാം. അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കാമേ. ഇപ്പോൾ ദേ നമ്മുടെ അരപ്പെല്ലാം റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അരപ്പെല്ലാം പാകമായിട്ട് നന്നായിട്ട് വഴറ്റി. നിങ്ങൾ കണ്ടല്ലോ, എൻ്റെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം, കൂടുതൽ ഇരിക്കേണ്ട അരപ്പുകളൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടഞ്ഞു കൊടുത്ത് അത് ഒന്ന് ഇളക്കി കൊടുക്കും. പിന്നെ അതൊന്ന് നിരപ്പാക്കിയിടും. പിന്നെയും ഒന്ന് വെള്ളം തളിച്ചു കൊടുക്കും. അങ്ങനെ വഴറ്റാവുന്നതിൻ്റെ പരമാവധി വഴറ്റി കഴിഞ്ഞിട്ടാണ് നല്ലതായിട്ട് തണുക്കും. തണുത്ത് കഴിഞ്ഞിട്ട് ഇതുപോലെയുള്ള ഡിസ്പോസിബിൾ പാത്രത്തിലോ അല്ലാന്നുണ്ടെങ്കിൽ പരന്ന ഏതെങ്കിലും ഒരു പാത്രത്തിൽ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാനായിട്ട് ഈസി ആയിട്ടുള്ള ഒരു പാത്രത്തിൽ ഞാൻ വെക്കും. ഇപ്പം ഞാൻ ഈ ഡിസ്പോസിബിൾ പാത്രത്തിൽ വെച്ചിട്ട് അത് ഞാൻ 5ആയിട്ടൊന്ന് ഡിവൈഡ് ചെയ്യുകയാണ്. അതുകൊണ്ട് കത്തിയുടെ ആ ഒരു ടിപ്പ് വെച്ചിട്ട് ഞാൻ കറക്റ്റായിട്ട് 5ആയിട്ടൊന്ന് മാർക്ക് ചെയ്തിട്ട് ഒരു ഭാഗം ഞാൻ ഇപ്പം തൽക്കാലം ഞാൻ കട്ട് ചെയ്യുന്നുള്ളൂ. കാരണം ബാക്കിയുള്ളത് ഫ്രീസായി കഴിഞ്ഞിട്ട് അത് കട്ട് ചെയ്യുന്നതാണ് എളുപ്പം. ഞാൻ വീട്ടിലെ ആവശ്യത്തിന് തന്നെയാണ് എടുക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഡിസ്പോസിബിൾ പാത്രത്തിൽ തന്നെ വെക്കാറുണ്ട്, അല്ലെങ്കിൽ ഇതുപോലുള്ള ഏതെങ്കിലും പാത്രത്തിൽ. പക്ഷേ കൊണ്ടുപോകുമ്പോൾ കുറേ കൂടെ സേഫായിട്ട് സിപ്ലോക്ക് ബാഗിൽ കൊണ്ടുപോകുന്നതാണല്ലോ നല്ലതെന്നുള്ളത് കൊണ്ട് ഇത് ഞാൻ ആദ്യം നന്നായിട്ട് ഫ്രീസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ ഫ്രീസ് ചെയ്തിട്ടില്ല. ഇത് ചെറുതെ നന്നായിട്ടൊന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നതേ ഉള്ളൂ. നിങ്ങളിപ്പോൾ കണ്ടല്ലോ, അതുപോലെ മാർക്ക് ചെയ്തിട്ട് ഫ്രീസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ഓരോന്നും അപ്പോൾ ഓരോ പീസസ് ആയിട്ട് അങ്ങ് എടുക്കാനായിട്ട് എളുപ്പമാണ്. അപ്പോൾ സിപ്ലോക്ക് ബാഗിലോട്ട് ഇടാനും എളുപ്പമാണ്. പിന്നെ ഞാൻ ചെയ്യുന്നത്, ഇതുപോലെ ഒരു ലേബൽ എഴുതി വെക്കും, ചിക്കൻ കറി വിത്ത് കാഷ്യൂ നട്ട് 1 kg × 5 times എന്ന് ഞാനങ്ങ് എഴുതി വെക്കും. ഇപ്പം 5 പ്രാവശ്യത്തേക്കല്ലേ ഞാൻ ഉണ്ടാക്കിയത്, അതുകൊണ്ട് 1 kg ചിക്കൻ × 5 times എന്ന് അങ്ങ് എഴുതി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കുറേ കഴിഞ്ഞിട്ട് എടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മളങ്ങ് കൺഫ്യൂഷനായി എന്ന് വരും. അയ്യോ, ഇത് എത്ര കിലോയ്ക്കുള്ളതായിരുന്നു. അപ്പോൾ ഇതുപോലെ ഒന്ന് എഴുതി വെക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ആ അടപ്പിൻ്റെ പുറത്ത് ഇതുപോലെ എഴുതി അങ്ങ് ഒട്ടിച്ചാലും മതി. കാരണം ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, ആ എഴുതുന്ന പേപ്പറിലെ ചിക്കൻ കറിയുടെ ചെറിയൊരു അരപ്പിൻ്റെ അംശമൊക്കെ ആയിട്ടുണ്ട്. സോറി കേട്ടോ, കാരണം എനിക്ക് ഒട്ടും സമയമില്ലാതിരുന്നപ്പോഴത്തേക്ക് വളരെ ധൃതി വെച്ച് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നത് കൊണ്ടാണ് ഞാൻ പിന്നെ ആ പേപ്പർ പോലും മാറ്റാഞ്ഞത്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ പേപ്പർ മേളിൽ എഴുതി ഒട്ടിച്ചിട്ട്, ആ കവറിൻ്റെ മേലെ എഴുതി ഒട്ടിച്ചിട്ട് സെല്ലോ ടേപ്പ് ഇട്ട് അങ്ങോട്ടിച്ചാലും മതി. അല്ലെ മാർക്കർ പെന്നുകൊണ്ട് എഴുതാം, കവറിൻ്റെ മേലെ എഴുതാം. അപ്പോൾ എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യം പോലെ ചെയ്യാം. എൻ്റെ കയ്യിൽ മാർക്കർ പെന്നും ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അങ്ങ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ എൻ്റെ ഈ ചാനലോ എൻ്റെ ഈ റെസിപ്പിയൊക്കെ ചിലപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പം നിങ്ങൾ എൻ്റെ ചാനലിൽ പോയി പുതിയ എൻ്റെ റെസിപ്പികളെല്ലാം ഒന്ന് ചെക്ക് ചെയ്യണേ. ഒരു 6-7 മാസമേ ആയുള്ളൂ ഞാൻ തുടങ്ങിയിട്ട്, എങ്കിലും ഒരുപാട് നല്ല റെസിപ്പികളുണ്ട്. അപ്പം നിങ്ങൾക്ക് പ്രയോജനപ്പെടുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളൊന്ന് പോയി ചെക്ക് ചെയ്യണം കേട്ടോ. പിന്നെ ഈ ചിക്കൻ കറി ഉണ്ടാക്കുന്ന റെസിപ്പി ഇട്ടിട്ടുള്ളത് കൊണ്ട് എനിക്ക് പിന്നെയും പോസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഞാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു 2 ദിവസത്തേക്കുള്ളിൽ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ അതിൻ്റെ ലിങ്ക് പോസ്റ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ ചെന്നിട്ട് തിരിച്ച് ട്രിവാൻഡ്രത്തിൽ ചെന്നിട്ട് ഞാൻ ആ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷൻ്റെ താഴെ തന്നെ ഞാൻ പിൻ ചെയ്തേക്കാമേ. അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം എന്ന് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എന്നാലും ഇതിലെ വൈഫൈ കണക്ഷൻ്റെ കാര്യം കൊണ്ട് എനിക്ക് ഒന്നും ഉറപ്പ് പറയാൻ പറ്റാത്തത് കൊണ്ട് ദൈവം അനുവദിച്ചാൽ നമുക്ക് നാളെ കാണാം എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ.
എങ്കിലും ഏറ്റവും ശുഭാപ്തി വിശ്വാസത്തോടെ നാളെ കാണാമെന്ന് തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. താങ്ക്